സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചു കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് എന്നിവരുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് മറിച്ച് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് വാഹനത്തിന് നേരെ പ്രവർത്തകർ കല്ലും വടികളും എറിഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംഘർഷത്തിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എസ്. സുരേഷ്, അനൂപ് ആന്റണി ജോസഫ് എന്നിവരാണ് മാർച്ച് നയിച്ചത്. ബി.ജെ.പി. നേതാക്കളും മാർച്ചിന്റെ ഭാഗമായി. LDF സർക്കാരിന് ഹിന്ദു വിശ്വാസികളോട് വിവേചനമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബി.ജെ.പി. നാടിന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായ മതത്തിന്റെ അമ്പലമാണെങ്കിൽ പിണറായി വിജയൻ സാർ അവിടെ പോയി കാല് പിടിച്ച് മാപ്പി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് സത്യം. ഇത് ഇരട്ടത്താപ്പാണ്. ഇത് ഹിന്ദുക്കളുടെ എതിരെ ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇതൊരു താക്കീതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.